ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ക്ലാസ്സൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നല്ലേ? നല്ല ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം, എന്നാലേ എനിക്ക് നല്ല മാറ്റങ്ങളും വരുത്തണമെങ്കിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ നമ്മുടെ സപ്പോർട്ട് എപ്പോഴും വേണം കേട്ടോ. കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, താങ്ക്സ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കുറേ ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിച്ച് തരണം കേട്ടോ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ അമർത്തുക, ഷെയറൊക്കെ ചെയ്യാം. ഓക്കെ. Then let us start our class. Listen. കഴിഞ്ഞ ആഴ്ച കുറേ അധികം മാറ്റങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ ആഴ്ച കുറേ അധികം മാറ്റങ്ങൾ സംഭവിച്ചു. ഇതെങ്ങനെ നമുക്ക് പറയാം? മെനി ചേഞ്ചസ് ഹാപ്പൻഡ് ലാസ്റ്റ് വീക്ക് എന്ന് പറയാം കേട്ടോ. മെനി ചേഞ്ചസ് ഹാപ്പൻഡ് ലാസ്റ്റ് വീക്ക്. സിമ്പിൾ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, നീ നിന്റെ സുഹൃത്തിനെ കണ്ടുമുട്ടിയോ? നീ നിന്റെ സുഹൃത്തിനെ കണ്ടോ അല്ലെങ്കിൽ കണ്ടുമുട്ടിയോ? ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം? ഹാവ് യു മെറ്റ് യുവർ ഫ്രണ്ട് എന്ന് വെച്ചാൽ ഹാവ് യു മെറ്റ് യുവർ ഫ്രണ്ട്. ഇത് സിമ്പിൾ അല്ലേ? പറഞ്ഞപ്പോൾ ഒക്കെ സിമ്പിളായി തോന്നുന്നുണ്ട് അല്ലേ? ഇത് ഇനി വേറെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഡു യു ഫൈൻഡ് യുവർ ഫ്രണ്ട്? ഡു യു ഫൈൻഡ് യുവർ ഫ്രണ്ട് അങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അതേ ആശയം തന്നെ. ഭാഷയിൽ പല രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ പറയാറുണ്ട്. ഓക്കെ. ഏതായാലും അർത്ഥം ശരിയാൽ മതി. എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും കേൾക്കുന്നവർക്ക് മനസ്സിലാവണം, അതിൻ്റെ ആശയവും വ്യക്തമാവും. ഓക്കെ. നെക്സ്റ്റ്, വില്ലേജ് ഓഫീസിന് മുന്നിൽ നീണ്ട ക്യൂ ആണ്. വില്ലേജ് ഓഫീസിന് മുന്നിൽ നീണ്ട ക്യൂ ആണെന്ന് എങ്ങനെയാ പറയാ? ദർ ഇസ് എ ലോങ് ക്യൂ. ദർ ഇസ് എ ലോങ് ക്യൂ അറ്റ് ദ വില്ലേജ് ഓഫീസ് എന്ന് പറയാം കേട്ടോ. ദർ ഇസ് എ ലോങ് ക്യൂ അറ്റ് ദ വില്ലേജ്. ഇതിപ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിലാണ് നീണ്ട ക്യൂ ആണെങ്കിലോ അപ്പോൾ എങ്ങനെ പറയാം? ദർ ഇസ് എ ലോങ് ക്യൂ അറ്റ് ദ ഇലക്ട്രിസിറ്റി ഓഫീസ് എന്നാണ് പറയുന്നത്. ദർ ഇസ് എ ലോങ് ക്യൂ അറ്റ് ദി ഇലക്ട്രിസിറ്റി ഓഫീസ്. അറ്റ് ദ ഇലക്ട്രിസിറ്റി ഓഫീസ്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ദർ ഇസ് എന്ന് ചേർത്ത് പറയാൻ പറ്റും കേട്ടോ. അവിടെ സാധാരണ ഇങ്ങനെ ഇംഗ്ലീഷിൽ ദർ ഇസ് എന്ന് ചേർത്തിട്ടാണ് പറയാം. കാരണം ഇംഗ്ലീഷും മലയാളം തമ്മിലുള്ള ഒരു വ്യത്യാസം. ഓക്കെ. നെക്സ്റ്റ്, നിങ്ങൾ ഇംഗ്ലണ്ടിൽ എത്ര കാലം ഉണ്ടായിരുന്നു? നിങ്ങൾ ഇംഗ്ലണ്ടിൽ എത്ര കാലം ഉണ്ടായിരുന്നു? എങ്ങനെ നമുക്ക് പറയാം? ഹൗ ലോങ് ഹാവ് യു ബീൻ ഇൻ ഇംഗ്ലണ്ട് എന്നത്. ഹൗ ലോങ് ഹാവ് യു ബീൻ ഇൻ ഇംഗ്ലണ്ട്. ഹൗ ലോങ് എന്ന് പറയുമ്പോൾ എത്ര കാലം എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇംഗ്ലണ്ടിൽ എത്ര കാലം ഉണ്ടായിരുന്നു? ഇനിയിപ്പോൾ ദുബായിൽ എത്ര കാലം ഉണ്ടായിരുന്നാണെങ്കിൽ എന്താ പറയാ? ഹൗ ലോങ് ഹാവ് യു ബീൻ ഇൻ ദുബായ് എന്ന് പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇപ്പോൾ കുവൈത്തിലാണ് നോക്കുക, അപ്പോൾ ഇങ്ങനെ പറയാം? ഹൗ ലോങ് ഹാവ് യു ബീൻ ഇൻ കുവൈത്ത്. എവിടെയാണെങ്കിലും അവിടെ ഹൗ ലോങ് എന്ന് ചേർത്ത് എത്ര കാലം എന്നുള്ളതിന് ഹൗ ലോങ് എന്നുള്ള ആശയമാണ്. അത് ചേർത്ത് പറഞ്ഞാൽ അപ്പോൾ എത്ര കാലം ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം കിട്ടും കേട്ടോ. മനസ്സിലായില്ലേ? നെക്സ്റ്റ്, യു ഷുഡ് ടോക്ക് ലെസ് ആൻഡ് ആക്ട് മോർ. യു ഷുഡ് ടോക്ക് ലെസ് ആൻഡ് ആക്ട് മോർ. നീ കുറച്ച് സംസാരിക്കണം, കൂടുതൽ പ്രവർത്തിക്കണം എന്നുള്ളത്. അവിടെ ഷുഡ് എന്നുള്ള ഒരു നിർബന്ധ ഇതിനാണ് സാധാരണ ചേർക്കാറ് കേട്ടോ. യു ഷുഡ് ടോക്ക് ലെസ്, നീ കുറച്ച് സംസാരിച്ചാൽ മതി, നീ കുറച്ച് സംസാരിക്കണം. പിന്നെ ആൻഡ് ആക്ട് മോർ, കൂടുതൽ പ്രവർത്തിക്കും വേണം. അങ്ങനെയാണ് വേണ്ടത് അല്ലേ? സംസാരം കുറയ്ക്കുന്നതല്ലേ എപ്പോഴും നല്ലത്, പ്രവർത്തനം കൂടുതലാവട്ടെ എന്നുള്ള ആശയമാണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ്, he knows more about computer. He knows more about computer. കമ്പ്യൂട്ടറിനെ കുറിച്ച് അവന് നന്നായി അറിയാം എന്നുള്ള അർത്ഥം കേട്ടോ. ഇനി they want to go there. They want to go there. അവർ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നുള്ളതിന് they want to go there. വളരെ സിമ്പിൾ. അപ്പോൾ തന്നെ കണ്ട് കാണാൻ പഠിച്ചോളൂ. they want to go there. നെക്സ്റ്റ്, they came here on horses back. They came here on horses back. മനസ്സിലായോ? അവർ ഇവിടെ വന്നത് കുതിരപ്പുറത്താണ്. They came here on horses back. കുതിരൻ്റെ മുകളിൽ കയറിയിട്ടാണ് അവരിവിടെ വന്നതെന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അടുത്തത്, this happened about 3 years back.
ദിസ് ഹാപ്പൻഡ് അബൌട്ട് 3 years ബാക്ക്. ഇത് സംഭവിച്ചത് ഏകദേശം 3 വർഷങ്ങൾക്ക് പിറകിലാണ്, അഥവാ 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിച്ചത്. ദിസ് ഹാപ്പൻഡ് അബൌട്ട് 3 years ബാക്ക്. ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിച്ചത്. ഇവിടെ ബാക്കെന്ന് 2 വാചകങ്ങളും വന്നു അല്ലേ? ഒന്ന് ഹോഴ്സസ് ബാക്കും ഇവിടെ 3 years ബാക്കും. രണ്ടിൻ്റെയും ആശയം വ്യത്യാസമുണ്ട് കേട്ടോ. ഒന്ന് കുതിരൻ്റെ മുകളിൽ എന്നുള്ള അർത്ഥമാണ്, ഇവിടെ 3 വർഷങ്ങൾക്ക് പിറകിൽ അല്ലെങ്കിൽ 3 വർഷങ്ങൾക്ക് മുമ്പ് എന്നുള്ള അർത്ഥമാണ്. ഇപ്പോൾ 2 വാചകത്തിലും ബാക്കിൻ്റെ അർത്ഥം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓരോ വാചകങ്ങളും സന്ദർഭത്തിനനുസരിച്ചാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കേണ്ടത് അല്ലേ? വാക്കർത്ഥം നേരിട്ട് പഠിച്ചാൽ ഇത് ഇത് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സന്ദർഭത്തിൽ നിന്നും കൂടി വേണം മനസ്സിലാക്കിയെടുക്കാൻ കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ്. ഡു യു വാണ്ട് എനിത്തിങ്? ഡു യു വാണ്ട് എനിത്തിങ്? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഡു യു വാണ്ട് എനിത്തിങ് എന്നാ പറയാം കേട്ടോ. ഇനി ഇത് വേറെ രീതിയിൽ ചോദിക്കാം. ഡു യു നീഡ് എനിത്തിങ് എന്ന് പറയാം, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ. അല്ലെങ്കിൽ ഡു യു വിഷ് എനിത്തിങ്, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഓക്കെ, മറ്റ് വാക്കുകളൊക്കെ ചേർത്തിട്ടും പറയാം. നെക്സ്റ്റ്, ഷീ അഗ്രീഡ് ടു ഹെൽപ്പ് മീ. ഷീ അഗ്രീഡ് ടു ഹെൽപ്പ് മീ. അവൾ എന്നെ സഹായിക്കാം എന്ന് സമ്മതിച്ചു എന്നുള്ളതാണ്. ഷീ അഗ്രീഡ് ടു ഹെൽപ്പ് മീ. മനസ്സിലായല്ലോ? അടുത്തത്, ദ ഗേൾ റാൻ ടു ഹെർ മദർ. ദ ഗേൾ റാൻ ടു ഹെർ മദർ. പെൺകുട്ടി അവളുടെ അമ്മയുടെ അടുത്തേക്ക് ഓടി. ദ ഗേൾ റാൻ ടു ഹെർ മദർ. അവിടെ ടു ഹെർ എന്നുള്ളത് അടുത്തേക്ക്, അമ്മയുടെ അടുത്തേക്ക് എന്നാണ് അല്ലേ? റാൻ, ഗേൾ റാൻ ടു ഹെർ മദർ, അവളുടെ അമ്മയുടെ അടുത്തേക്ക് എന്നുള്ള അർത്ഥമാണ്. അവിടെ ടു എന്നുള്ള അർത്ഥം 2 വാചകങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ, അത് മനസ്സിലാക്കണം. നെക്സ്റ്റ്, പ്ലീസ് അലോ മീ ടു ഗോ ദർ. പ്ലീസ് അലോ മീ ടു ഗോ ദർ. എന്നെ അവിടേക്ക് പോകാൻ ദയവായി അനുവദിക്കും എന്നുള്ളതാണ്. എന്നെ അവിടേക്ക് പോകാൻ ദയവായി അനുവദിക്കും എന്നുള്ളത് എന്ത് പറയാ? പ്ലീസ് അലോ മീ ടു ഗോ ദർ എന്നാണ് കേട്ടോ. നെക്സ്റ്റ്, ദിസ് ഇൻഫോർമേഷൻ ഈസ് അവൈലബിൾ ഓൺ ദി ഇൻ്റർനെറ്റ്. ദിസ് ഇൻഫോർമേഷൻ ഈസ് അവൈലബിൾ ഓൺ ദി ഇൻ്റർനെറ്റ്. മനസ്സിലായല്ലോ? വി ക്യാൻ ഡു എനിത്തിങ് യു ലൈക്ക്. വി ക്യാൻ ഡു എനിത്തിങ് യു ലൈക്ക്. നീ ഇഷ്ടപ്പെടുന്നത് എന്തും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വി ക്യാൻ ഡു എനിത്തിങ് യു ലൈക്ക് എന്നുള്ള പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലാവുണ്ടല്ലോ അല്ലേ? നെക്സ്റ്റ്, ദാറ്റ് വാസ് എ ഡിഫിക്കൽട്ട് പ്രോബ്ലം. ദാറ്റ് വാസ് എ ഡിഫിക്കൽട്ട് പ്രോബ്ലം. അതൊരു ബുദ്ധിമുട്ടുള്ള പ്രശ്നമായിരുന്നു. ബുദ്ധിമുട്ടുള്ള പ്രശ്നമായിരുന്നു എന്നാട്ടോ. വാസ് എന്നാണ് അവിടെ ഉപയോഗിച്ചത്. ദാറ്റ് വാസ് എ ഡിഫിക്കൽട്ട് പ്രോബ്ലം. അതൊരു ബുദ്ധിമുട്ടുള്ള പ്രശ്നമായിരുന്നു. ഓക്കെ, ഇത്രയും മതി കേട്ടോ. അപ്പോൾ അത് ശരിക്കണ്ട് പഠിക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. അപ്പോൾ പറഞ്ഞ മാതിരിയൊക്കെ ചെയ്യുക.